ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെ കളക്ഷൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന കമ്മലുകളാണ്. അപ്പോൾ ഇത്രയും വെറൈറ്റീസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതിന് വേണ്ടി നമ്മൾ കമ്മലിൻ്റെ പുറകും അതേപോലെ ബേസുമാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നമുക്ക് പല ബേസ് ഇതേപോലെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് കിട്ടുമ്പോൾ അതിൽ സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കുക, അതേപോലെ ബാക്കിലെ സ്റ്റഡ് ഒട്ടിച്ച് കൊടുക്കുക, അത്രേ ഉള്ളൂ നമ്മുടെ പണി. അപ്പോൾ അതിനു വേണ്ടി നമുക്കൊരു ക്രിയേറ്റീവ് ഐഡിയയിൽ നമുക്ക് തോന്നുന്നു ഇത് കമ്മൽ ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൂട്ട് കുറച്ച് മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. മെറ്റീരിയൽസ് നിങ്ങൾക്ക് വേണമെങ്കിൽ DM ചെയ്താൽ മതി വാട്സാപ്പ് നമ്പറിൽ. അപ്പം ഇതിൽ നിങ്ങൾക്ക് കാണുന്ന എല്ലാം ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് തന്നെയാണ്. സിമ്പിളായിട്ട് ഡെയിലി യൂസിന് പറ്റുന്ന ഇയറിങ്സ് ആണ്. എല്ലാം ഹെവി ഒന്നുമല്ല, സ്റ്റഡായിട്ട് വരുന്ന കുറച്ച് ഐറ്റംസാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ 3-4 ഷെയ്ഡ്സ് ഉണ്ട്, വൈറ്റ്, ഒരു പീച്ച് കളറൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അതും വേണം ചേർക്കാം. അപ്പോൾ ഇതിന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ഏതൊക്കെ മോഡലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഇതെല്ലാം ഞാൻ ബാക്കിൽ സ്റ്റഡ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് 24 hours കഴിഞ്ഞ് നമുക്ക് എടുത്താൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഒരു അരമണിക്കൂർ വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഒട്ടിച്ചതിൻ്റെ ബാക്കി ഞാൻ കാണിച്ചു തരാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കുറേ നേരം വെച്ച് കഴിഞ്ഞ് നമുക്ക് അടുത്തത് ടൈം എടുക്കുമല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് പെട്ടെന്ന് തന്നെ ബാക്കിയും കൂടെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഫുള്ള് ഇതേപോലെ ഒട്ടിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ടൈം വേണം. അതേപോലെ നല്ല ഗ്ലൂ തേച്ചിട്ട് നന്നായിട്ട് ഒട്ടിച്ച് വെക്കുക. അപ്പോൾ പോരത്തേ ഇല്ല, നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും ചെയ്തോളൂ. എത്ര വലിച്ചാലും അങ്ങനെ പെട്ടെന്നൊന്നും പോരാത്ത ടൈപ്പാണ്. അപ്പം ഇതിൽ ഞാൻ എല്ലാം കംപ്ലീറ്റ്ലി ചെയ്തു. ഈ വൈറ്റിലൊക്കെ സ്റ്റോൺസ് വെച്ചു. അപ്പോൾ ഇതേപോലെ നമ്മൾ കംപ്ലീറ്റ് കുറച്ച് നേരം ഉണക്കാനൊക്കെ വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഇതിൽ ഓരോ കമ്മൽസും എങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് കാണിച്ചു തരാം. അപ്പോൾ എത്ര സെറ്റ് ഉണ്ട്, എത്ര കളേഴ്സ് ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. ഞാൻ വലിച്ചൊക്കെ നോക്കി പോയിരുന്നില്ല. ഏകദേശം ഒരു അരമണിക്കൂർ വെച്ചിട്ടേ ഉള്ളൂ. അപ്പോഴേക്ക് ഇത്രയൊക്കെ സ്ട്രോങ് ആയി. അപ്പോൾ ബാക്കിയും കൂടെ സ്ട്രോങ് ആവും വേഗം തന്നെ. അപ്പം ഇതേപോലെ സ്റ്റോൺസ് ഒട്ടിച്ച ചിലയിൽ ഞാൻ വെച്ചില്ല, കാരണം സ്റ്റോൺ തിരിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. അപ്പം ഇത് ബ്ലൂവിൽ, റെഡിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ബാക്കി സ്റ്റോൺസ് വെക്കാത്തതിൽ ഞാൻ സ്റ്റോൺസ് ഇങ്ങനെ വെച്ചു. അപ്പം നിങ്ങൾക്ക് കാണാം ഈ ഒരു കളേഴ്സ് വരുന്നത് ഇത്രയും ഷെയ്ഡുകളാണ്. നിങ്ങൾക്ക് 6 ഷെയ്ഡിലാണ് വരുന്നത്. 6-7 ഷെയ്ഡുണ്ട്. അപ്പം നല്ല കളേഴ്സ് നിങ്ങൾക്ക് ചേരുന്ന പോലെ ഡ്രസ്സിന് വെക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ഷെയ്ഡ്സാണ് അതിൽ വരുന്നത് കേട്ടോ. 4-5-6 ഷെയ്ഡ്സോളം വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ കുഞ്ഞ് ഫ്ലവേഴ്സാണ് ഇത്. അതേപോലെ പിന്നെ 4 റോസസാണ് വരുന്നത് ഈ കളേഴ്സ്. ഈ ഫ്ലവർ 4 പിന്നെ സ്റ്റോൺസിൻ്റെ വന്നിട്ട് ഇതാണ് വെറൈറ്റികൾ വരുന്നത്. പിന്നെ കുഞ്ഞിതും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.